തെക്കിന് ബഹ്റൈനിക്ക് ഇറാൻ കൊടുത്തു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കൃത്യമായി നേരത്തെ ഇറാൻ പറഞ്ഞിരുന്നു, മിഡിൽ ഈസ്റ്റിലുള്ള മുഴുവൻ രാജ്യങ്ങളും ഞങ്ങളോട് കൂടെ നിൽക്കുക, അമേരിക്കയെ നിങ്ങൾ കെട്ടുകെട്ടിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടേതായിട്ടുള്ള നിയമാനുസൃതമായിട്ടുള്ള ഒരു ടാർഗറ്റ് പോയിൻ്റായിട്ട് അവിടുത്തെ കാണുകയും അതിനെ ഞങ്ങൾ തകർക്കുകയും ചെയ്യും. ഇനിയും നിങ്ങൾ മുന്നോട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളും തകർക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാകേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ബഹ്റൈനിലെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. ബഹ്റൈനിലെ തന്ത്രപ്രധാനമായിട്ടുള്ള അമേരിക്കയുടെ പട്ടാള ക്യാമ്പിന് വളരെ നല്ല രൂപത്തിൽ 3, 4, 5 മിസൈലുകൾ പതിക്കുകയും അത് വളരെ കൂടുതൽ കട്ടയായിട്ടുള്ള പുകകൾ ആകാശത്തിലേക്ക് ഉയരുകയും ചെയ്യുന്നത് CNN ഉൾപ്പെടെയുള്ള ചാനലുകൾ പുറത്തുവിട്ടു. കൂടാതെ തന്നെ ദോഹയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തു. അതുപോലെ സൗദി അറേബ്യക്കൊക്കെ മുന്നറിയിപ്പ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അവിടെയും ഏതാനും നിമിഷങ്ങൾക്കകം പൊട്ടും ബ്ലാസ്റ്റിംഗ് നടക്കും എന്നാണ് പറയുന്നത്. UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, UAE, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, സൗദി അറേബ്യ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെയും ഈ ഇറാൻ്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ട് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇറാന് പുറത്തായിട്ട് ഏറ്റവും ആദ്യം പ്രഹരം അഥവാ അനുബന്ധ കക്ഷികളായിട്ടുള്ള രാജ്യത്തേക്ക് ബഹ്റൈനിലേക്കാണ് സമ്മാനം കൊടുത്തത്. നേരത്തെ തന്നെ ഇസ്രായേലിന് വളരെ ഭംഗിയായിട്ടുള്ള തിരിച്ചടിയും കിട്ടിയിട്ടുണ്ട്. അവിടെയുള്ള ചിത്രങ്ങളും വീഡിയോകളൊക്കെ നമ്മുടെ ഈ ചാനലിൽ കൊടുക്കുമ്പം വയലേഷൻ വരുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് സ്ക്രീൻഷോട്ടായിട്ട് ഒതുക്കുന്നത്. എന്താണെങ്കിലും വളരെ നന്നായിട്ടുള്ള പ്രത്യാക്രമണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു തീമട തന്നെ. അപ്പം ബഹ്റൈനിലുള്ള പ്രവാസികളോട് പറയട്ടെ, സുരക്ഷിതമായിട്ടിരിക്കുക. അതല്ലാതെ എവിടെയെങ്കിലും ആരെങ്കിലും വരുമെന്ന് കരുതുന്നുണ്ട്, അത് വെറുതെയാണ്. അത്രമേൽ ആ ഭരണാധികാരികൾ ഇറാനോട് സപ്പോർട്ടല്ലാതെ ഇറാനെ എപ്പോഴും ചുടിപ്പിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ്. അവസാനവും ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അമേരിക്കയോടൊപ്പമാണ്. ഇപ്പോൾ അമേരിക്ക എല്ലാം ഗാലറിയിൽ നിന്ന് കാണുന്നു. അമേരിക്കയിൽ നിന്നുള്ള കാര്യങ്ങൾ അമേരിക്ക കാണുന്നു, ഈ ബഹ്റൈൻ ഇവിടെ കത്തുന്നു. ഇതാണിപ്പോൾ ഉണ്ടായത്. മുഴുവൻ മിഡിൽ ഈസ്റ്റിലേക്കും ഇത് ബാധിക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. എന്താകും എന്തൊക്കെയാണെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ ഒരു ട്വീറ്റ് വന്നിട്ടുള്ളത് ബഹ്റൈൻ, ദുബായ്, ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ എല്ലാ മേഖലകളും ഇറാൻ ആക്രമിക്കാൻ പോകുന്നു എന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും കാത്തിരിക്കാം. സംഗതി ആകെ പിടുത്തം വിടുകയാണെങ്കിൽ മറ്റൊരു ലോകം ഇവിടെ ഉണ്ടായെടുക്കുക, അല്ലെങ്കിൽ ഒരു ലോകക്രമം ഉണ്ടാകും എന്ന് വിശ്വസിക്കേണ്ടി വരും. എന്താണെങ്കിലും അനർത്ഥങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.